അയച്ചു. ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്നപ്പോൾ കർത്താവ് അവിടെ നടന്ന എല്ലാ ശുശ്രൂഷകളിലും നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ പാട്ടും നമ്മുടെ പ്രാർത്ഥനകളും ദൈവവചനത്തിൽ കൂടെയുള്ള മിനിസ്ട്രി എല്ലാം ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹത്തോടുകൂടി നടക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നദ്ധിയിൽ പ്രത്യേകിച്ച് വിശുദ്ധ തിരുമേശയുമായിട്ടുള്ള ബന്ധത്തിൽ നാം കടന്നു വരുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ ആരംഭത്തിൽ തന്നെ നമുക്ക് കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ, വെടിപ്പാക്കണമേ, നിർമ്മലമാക്കണമേ. നാം ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഇന്ന് രാവിലെ സൺഡേ സ്കൂളിൽ കൂടി കേട്ടതുപോലെ തന്നെ നമ്മൾ ആരും ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നവരല്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നാം അനുഭവിക്കുന്നവരാണ്. ഈ ലോകത്തിലെ എൻവയൺമെന്റുകൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ളതാണ്. എങ്കിലും നാം അതിന്റെ മധ്യത്തിൽ നിലനിൽക്കുന്നത് ദൈവം നമ്മെ നിലനിർത്തുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് നൽകുന്നതുകൊണ്ടാണ്. കർത്താവിന്റെ സന്നദ്ധി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവ് ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ ബലവും ആണ്. കർത്താവ്, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നീ ഞങ്ങളെ സഹായിക്കുന്നവരാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് നടത്തി തരുന്നവരാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ തിരുസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ 2 മാസക്കാലം അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, എണ്ണിയാൽ തീരാത്ത നന്മകളെ കൊണ്ട് നീ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറച്ചു. നിരാശകളുടെ വേളകളിൽ നീ ഞങ്ങളെ ധൈര്യപ്പെടുത്തി. ഞങ്ങളുടെ ഉള്ളിൽ ബലമില്ലാതെ ഇരുന്നപ്പോൾ നീ ഞങ്ങളെ ശക്തീകരിച്ചു. കർത്താവേ, അവിടുത്തെ തിരുമേശയുടെ മുൻപാകെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ കർത്താവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിർമ്മലമായ ഒരു ഹൃദയത്തെ കർത്താവ് നൽകി തരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങൾ നിറയണമേ. കർത്താവേ, ദൈവകൃപയുടെ വലിയ വ്യാപാരം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ ഗാനങ്ങളെ പാടുമ്പോൾ ആത്മാവിൽ പാടി സന്തോഷിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ആവശ്യങ്ങളുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ആരാധന കഴിയുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടവരായി ഞങ്ങൾ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവരായി മടങ്ങിപ്പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഓരോ ശുശ്രൂഷകളും നിർവഹിക്കുവാൻ ആവശ്യമായ കൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വർഷത്തിന്റെ 2 മാസക്കാലം നമ്മൾ വിട്ട് കടന്നുപോയി. 3-ാം മാസത്തിന്റെ ആദ്യത്തെ ദിനം തപ്പദിനമായി നമുക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം തമ്മിലുള്ള അവസരത്തിനായി നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എപ്പോഴും എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ ബബീനമ്മോട് പറഞ്ഞതുപോലെ 1-ന്റെ 5-ാമത്തെ വാക്യത്തില് നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി തരുവാൻ കഴിയുന്ന കർത്താവിനോട് യാചിക്കട്ടെ. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാൻ കഴിഞ്ഞില്ല, മഹത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ അവസരം അല്ലെങ്കിൽ അതിനായി നമുക്ക് ഉപയോഗിക്കാം. മഹത്വം രക്ഷക, സ്തുതി നിനക്കെന്നും ക്ഷേത്രത്തിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ശുദ്ധനായി ആ പാട്ട് ചേർത്ത് സ്തുതിക്കാം.
നിൽക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം.
യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. ആ പാട്ടോടെ കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങളും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു.
പലപ്പോഴും നാളെ എന്തെന്നറിയാതിരുന്ന നിമിഷങ്ങളിൽ, മരണം മാത്രം മുന്നിൽ കണ്ട നിമിഷങ്ങളിൽ പലതിലും ഇന്ന് നമുക്ക് പറയാൻ കഴിയും, ഇന്ന് ഞാൻ ജീവിക്കുന്നത്, ഇന്ന് ഞാൻ ആരാധിക്കുന്നത്, ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ കാണുമാറാക്കിയതിലെ കാരണം എന്റെ യേശു ജീവിക്കുന്നത്. ആരോടെങ്കിലും നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധിക്കുന്ന യേശു ജീവനോടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ആയിരിക്കുന്നതാണ് അതിന്റെ തെളിവ്. ഇന്ന് ഞാൻ ആരാണോ അതാണ് എന്റെ യേശു ജീവിക്കുന്നതിന്റെ തെളിവ്. ലോകത്തിൽ ഭാരത്തിൽ, പ്രയാസങ്ങളിൽ, മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളിൽ പലതിലും ജീവൻ പകർന്നു തന്നത് ഈ യേശുവിന്റെ കൃപയാണ്. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. ആ ദൈവത്തെ നമുക്കൊന്ന് കൈകളടിച്ച് അന്ന് ദൈവത്തെ സ്തുതിക്കാമോ? എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നുവെന്ന് ഒന്ന് ഉച്ചത്തിൽ പറയാമോ? ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് ഒരു ആത്മീയ ആരാധന പുറപ്പെടുവിക്കുവാൻ കഴിയുമോ? എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിലിരിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്, എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അത് പറയാൻ കഴിയും? എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. ഇത് പറയാൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അതാണ് നമ്മുടെ വിഷൻ. അതാണ് നമ്മുടെ വിഷൻ. ഈ ജീവിതം ക്രിസ്തു നമുക്ക് നൽകി തന്ന ജീവിതം മറ്റനേകരിലേക്ക് ജീവൻ പകരുക എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്നത്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകേണ്ടതിന് ജീവനുള്ള ആരാധനയായി, ആമേൻ, ജീവനുള്ള ആരാധനയായി നമ്മുടെ ആരാധന മാറേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആരാധനയിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ ജീവനുള്ള ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഫോണി പട്ടണത്തിന് വേണ്ടി നമുക്ക് അപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. ആമേൻ. ഈ ദേശത്തിന് നമ്മുടെ ആരാധന ഒരു അനുഗ്രഹമാകേണ്ടതിന്, അനേകർ ഈ ജീവന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരേണ്ടതിന്, ഈ ജീവന്റെ അനുഭവത്തിലേക്ക് അനേകർ കടന്നു വരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒന്നോ രണ്ടോ പേർക്ക് ഈ നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. എല്ലാ
മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ രാജാവേ, അങ്ങയുടെ പൊന്നുപോലെ ക്രിസ്തുവിന്റെ പകൽക്കാലങ്ങൾ തിരുവത്തരായി നോക്കുന്നു പിതാവേ. കഴിഞ്ഞ ആഴ്ചക്കാലം മുതൽ അങ്ങയുടെ ഈ പകൽക്കാലം ഈ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് ആരാണെന്ന് ഗ്രഹിച്ച് അങ്ങയുടെ നാമത്തിൽ തക്കമാത്രം തരുവാൻ ഈ പകൽക്കാലങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാനും പ്രത്യാശിപ്പാനും കർത്താവുന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയപ്പ. ഈ പകൽക്കാലം പാടുന്നതിനെ യേശു ജീവിക്കുന്നതിനാലെ ഞാൻ ജീവിക്കുന്നെന്ന് പറയുവാനും ഇറകാല ഹതുലരകന ഹതുനാദേവമ രാജാതി രാജാവടികൾ കുറുക്കി തന്ന ഈ നല്ല ഭാഗ്യത്തിനായിട്ട് നന്ദിയപ്പച്ച. അനേക സമാധാനത്തോടെ സന്തോഷത്തോടെ പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ അനേക രാജ്യങ്ങളിൽ ജനം കർത്താവേ മരണഭയത്തിലായിരിക്കുന്ന കർത്താവേ അവരെക്കാൾ വലിയ ശ്രേഷ്ഠരായിട്ടല്ലോ എന്റെ അപ്പന് ദേവോന്നിയതുകൊണ്ട് കർത്താവേ ഇന്ന് പകൽക്കാലം വഴികളെ സൂക്ഷിച്ച് പരിപാലിച്ച് അങ്ങയുടെ സന്നിധിയാക്കിയിരിക്കുന്നത് ഭയത്തോടെ അങ്ങയെ സേവിപ്പാൻ അങ്ങാരാണെന്ന് മനസ്സിലാക്കി അങ്ങയുടെ നാമത്തിൽ തക്കമാവുന്നതുകൊണ്ട് ജീവിപ്പാൻ അടുത്ത നിമിഷം നിങ്ങൾ ഉള്ളതല്ലാതിരിക്കാതെ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ എന്റെ അപ്പനടികൾ ഉപതരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏകാഗ്ര ഹൃദയത്തോടെ അടികളെ സന്നിധിയിൽ കർത്താവേ ഓ റബഹദന റബഹദനെ കാദലേവ അങ്ങയുടെ മുഖശോഭകളെ ആരാധിപ്പാൻ ഈ പകൽക്കാലങ്ങളെ സഹായിക്കണമേ. കേവലം പെന്തക്കോസ്ത് പറയാതെ അങ്ങയുടെ ശക്തി പ്രാപിച്ചവരായി ജീവിപ്പാൻ ഏഴകളെ സഹായിക്കണം കർത്താവേ. അങ്ങയോട് മനസ്സറിയണമേ അപ്പച്ച. സഭയെ അനുഗ്രഹിച്ചാണ് കർത്താവേ. കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവേ ആരും നടത്തണമേ. കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. യാലയുടെ ഓരോ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിച്ചാട്ട് ഈ വാത്സല്യ ഭവനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരണമേ. സകല കരങ്ങളിൽ പ്രാർത്ഥന താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ ആചരിക്കേണ്ടതിനായിട്ട് നന്ദി പിതാവേ. നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ഞങ്ങൾ അങ്ങയെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആരാധിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ആലോചനകള് അങ്ങയുടെ ദാസന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അതിന് ജീവനായി ഫലിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തുടർന്ന് ഞങ്ങളുടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 24-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കും. Psalms 24. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ,
മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് ഇന്ന് നമ്മുടെ ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ട്. നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എങ്കിൽ കർത്താവ് തീർച്ചയായും നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആകുന്ന എല്ലാ ഇടങ്ങളിലും നമ്മെ അനുഗ്രഹിച്ച്, നമ്മെ ശക്തീകരിച്ച്, ബലപ്പെടുത്തി നടത്തുവാൻ ശക്തൻ. കർത്താവെ, ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർ യഹോവയുടെ പർവ്വതത്തിൽ കയറും എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ചിട്ടുള്ള കർത്താവെ, വിശുദ്ധമായ ഒരു ജീവിതത്തോടെ തിരുസന്നിധി ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിച്ചതുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തെ നിർമ്മലമാക്കിയത് കൊണ്ട്, കാൽവറിയിലെ രക്തത്താൽ ഞങ്ങളെ കഴുകിയതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated in the presence of the Lord. Amen. Praise God. I am very delighted once again that the Lord has given us another day, a day of worship, to be in the presence of God. ദൈവത്തിന്റെ ആലയത്തിൽ ചിലവഴിക്കുന്ന ഒരു ദിവസം വരെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എന്ന് നമ്മൾ വായിക്കുന്നത്. That is only നമ്മളത് ആ വാക്യം അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാകുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക്. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരു വാക്യം വായിച്ചാൽ അതിന്റെ അർത്ഥം ആ വിധത്തിൽ മനസ്സിലാകത്തില്ല. എന്നാൽ ആ അനുഭവത്തിൽ കൂടി പോയി ദൈവത്തിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്യം വായിക്കുമ്പോൾ അതിന്റെ മീനിങ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. സോ അങ്ങനെയുള്ള അനുഭവം ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ എന്ന് എനിക്കറിയാം. I thank God for what the Lord has done among us and in our life. I thank God for all of you. I thank God for Brother Jason and his family, Brother Justin. I thank God how God is using him among us in so many different ways. I thank God for Brother Wilson and his family, and Sister Anu and Sister Sharon, Sister Sheba and Sister Warsha. I thank for this family. I thank for our family. Together, God has brought us into this place to glorify His name. Today we don't have any guests among us. Today we have no birthdays in our midst. At this point, we have no birthdays, but we have a few things that we were going to do. I believe Sister Bindu is not here. Okay. We were planning to do something that we are not going to do today. Sister Manasi was supposed to be saying a testimony, so we didn't include a youth message because it was very little time. So this morning we are going to do some other important things. Like anyone wanted to say a word of testimony, I do have time. Like if you wanted to say, nobody, I'm not forcing anyone to say a testimony. If you want to say a word of testimony, you can. Praise the Lord. I just want to thank God. I was blessed with a job, and I'll be starting tomorrow as an application analyst. And please pray for that, and thanks for all the prayers. And in the first few months, it will be training, so I'll be pretty packed. So please keep me in your prayers. Thank you. Praise God. Hallelujah. God has given Sister Sharon a job, and she is starting that job beginning Monday, and we will definitely pray for you as a church. And you will be blessed in the job, and God will establish you there, and we will definitely back you up in every way that we can. And definitely, anyone else who wanted to say a word of testimony? My wife usually wanted to say a word of testimony, but I don't give her any time. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലം എല്ലാവരും കടന്നു വന്ന്
ഭവനത്തില് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പദ്ധതി പ്രകാരം മുൻപോട്ട് ദൈവം നടത്തുന്നു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എനിക്ക് ദൈവത്തോട് വളരെ നന്ദിയുണ്ട്. ചർച്ചിലുള്ള എല്ലാവരും കടന്നു വന്നു. ഫ്രൈഡേയിലും കടന്നു വന്ന ജെയ്സണും ജസ്റ്റിനും പിന്നെ സജി ബ്രദർ എല്ലാവരും കടന്നു വന്നു. ഭവിനമോള് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഇന്നലെ എല്ലാവരും വന്നായിരുന്നു. ജെർമി വാസ് ഇന്നലെ എല്ലാവരും കടന്നു വന്നു. ഞാനിന്ന് സാറിനോട് ചോദിക്കായിരുന്നു, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ എല്ലാവരും just like their own things, everybody helped us. Without you all we couldn't survive. Amen. Our children came at the last minute. We couldn't expect anything from them. So really I appreciate all of you as a family. Thank you so much. God bless. Praise God. We don't want to misunderstand. Our children love us to death. And they live far away. They are little children. And they couldn't come early enough. But we thank you for everything that you all have done. It was amazing. And this morning, if no other testimonies are there, your testimony? Okay. If no other testimonies are there, we are going to do something we like to do. That we like to welcome new members into this church. That is something that gives us great delight. Sister Bindu, do you have a testimony? No, well, Manasi is going to be coming next week, she's hoping. So she wants to give a testimony at that time. But in the meantime, if we could all just keep her in prayer, and the family and the baby especially. Okay, all right. Okay, so now we are going to do a new thing, not a new thing in our church. We have done this in the past and we like to continue to do it. One thing that before we take new members into this church, this morning I wanted to say a few things about these new members that we're going to accept into our church membership today. ഇന്ന് നമ്മുടെ ചർച്ചിലെ പുതുതായിട്ട് ജോയിൻ ചെയ്ത മെമ്പേഴ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു 24 ജൂലൈ മാസത്തിൽ I think we went to India and we were just sitting down in our living room in the morning and in the evening we were just praying for specific things. We were praying that God, we already knew we were starting a church in October. We said God sent people with gifts and talents to us. So we didn't see any of those in 24. We didn't see anything like that in 25. But God is answering that prayers now. ഞാൻ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് ആൻസർ ഉടനടി. ഞാൻ വിചാരിച്ചത് നമ്മളിവിടെ ആരാധന ആരംഭിക്കുന്നത് തന്നെ ദൈവം എല്ലാവരെയും ഇവിടെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ളൊരു പ്രതീക്ഷയോടാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചത്. പക്ഷേ എങ്കിൽ 25 ഇതൊന്നും കണ്ടില്ല. ഞാൻ 25 ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ പറയുന്ന കർത്താവേ, ഞങ്ങൾ ഇവിടെ ഈ ദേശത്ത് ലജ്ജിച്ചു പോകാൻ ഇടവരരുത്. That was actually a prayer line. So 25 the last month God brought Justin to us. Then God brought Jason to us. So they all come with talents. All these people come with talents. And with the grace of God for ministry, then God brought Varsha and Sister Sheva and Sharon and Sister Anu. They all have talents. So God, I can see God is answering our prayers. So the only one thing is that when we pray for things, sometimes we have to wait. So I do believe with all my heart
these are not the last people who is going to come here with talents. We're going to have more people coming into this church with the grace of God and with talents. So when we pray for people to come into this church with talents, why are they coming? They are coming to minister. They are going to participate in the ministry of the church. One thing that I always made it clear is that my role in this church is going to be, I am the one who is going to develop anybody wanted to be developing, and I wanted to make sure everybody have opportunities and they have chances to do the ministry God has placed in them. Everybody have a ministry God put in you. Our ministry ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. So you don't try to do somebody else's ministry. I cannot imagine to become a Billy Graham. This morning I used the word to Bhavina today. I'm not wanting to be a Billy Graham. I wanted to be a Nelson P. John. That's all I want to be. God put something in me, that's what I wanted to use. So God's bring people into this church with the gifts and talents because this church is constantly praying for people to come into this church. God will bring them into this church again and again. They will come. And I do believe in my heart, they will come. But when they come, we will use them, we'll give them opportunities. So today, I am very excited to let the church know that Sister Sheba and Sister Varsha, they have been praying for a local church in this community. And although I didn't meet Varsha's father or Sheba's sister's husband, I didn't meet them in person. But I know that he had been praying for a church to come in this community. So it's not only, even there are people that I haven't met yet, they are praying for a church. I know only when we meet them, we will hear testimonies, we are praying for a church in this community. So God is going to do great things in this church. Through this church, we're going to reach the community, we're going to bring people to Christ. God is going to use all of us to become instruments in the hands of God. So this morning, I am very excited that last week, Sister Sheba told me personally that they both would like to become members of this church. And one Sunday I shared that her sister Ratima, has prophesied to me one day when I went to Kundala. And so this family is known actually by the Pentecostal community as the people of the grace of God, the gift of God. They have the gift of prophecy, their family members. So I am actually very delighted that God has brought the people with the gifts of God and who God can use them to enlarge the territories of this church. And I wanted to welcome you to this church as the members, and I also wanted to welcome you as people who will do ministry, whatever ministry, either praying or if you feel like preaching in this church. I don't see genders. I don't see like this is a woman, that's a man. I don't see it like that. I see this is all creation of God. We all are creation of God. God has given us roles. God has given us certain roles. Men, I never believe men are superior. Don't get mad at me. I never believe men are superior, women are inferior. We have equal roles in the body of Christ. And every role that we have, that is what God wants us to do. Sometimes God placed men in leadership position, that's fine. That is where they need to shine. And women, sometimes they are in a supporting role, that's fine too. Sometimes God can place a woman in a leadership position. We should not get upset with that. We have to accept it.
So that is my view. I'm just telling you that's my view concerning all these things. So if anyone in this church, everyone in this church have opportunities for ministry. This morning I allowed Babina to come and teach our class. Because in this church I want people to develop. I want people to use their talents and their gifts. And I want Babina to one day to start something and become a big preacher. I'm here to support her, and that is the kind of person I am. So then you have all my support, everyone. I mean, it's not only for Babina, all of you youngsters. If you read my dissertation, that is what I researched on. I am actually a person, although I look a little bit old, I am young in my heart. I am with the young people. I'm with you every way. So we will train you up in anything that I can do to help you. I will really do that. So this morning, I'm going to ask both of them to come here, maybe come here, and the elders of the church, would you also come here? And we're going to pray a special prayer and receive Sister Sheba and Sister Warsha into the church membership. Praise God. Hallelujah. നമുക്ക് ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് ഈ ചർച്ചിൽ ചേർന്ന ഇവിടെയുള്ള വിശ്വാസികളോട് ഒരുമിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ദൈവം അവർക്ക് കൊടുത്ത താല്പര്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ചർച്ച് അവർക്കൊരു അനുഗ്രഹമായി തീരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഞായറാഴ്ച ദിവസം അങ്ങയുടെ സന്നിധി ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ഷീബയെയും സിസ്റ്റർ വർഷയെയും ഞങ്ങൾ ഈ സഭയുടെ അംഗങ്ങളായി സ്വീകരിക്കുമ്പോൾ സ്വർഗം കർത്താവ് ഈ തീരുമാനത്തിൽ മഹത്വപ്പെടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഈ സഭ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമേ. ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും അവർക്കൊരു കൈത്താങ്ങായി തീരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതവും അവരുടെ ശുശ്രൂഷകളും ഈ സഭയുടെ വളർച്ചയ്ക്കും ഈ സഭയുടെ പുരോഗതിക്കും കാരണമാക്കി തീർക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവകൃപകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ ഈ സഭയുടെ അംഗങ്ങളായി തീരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ സകലവിധമായ അനുഗ്രഹങ്ങളും വസിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കലവറകളെ തുറന്ന് കർത്താവേ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഭാരങ്ങളും അകന്നു പോകത്തക്കതുപോലെ സമൃദ്ധിയായ അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ പ്രത്യാശയും ധൈര്യവും കർത്താവ് കൊടുക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇവരുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള എല്ലാ പാതകളെയും കർത്താവ് മനോഹരമാക്കണമേ. എല്ലാ വഴികളെയും വാതിലുകളെയും കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയായ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറയ്ക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയും ഈ സഭയുടെ അംഗങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്നു. നന്ദിയോട് സ്തോത്രം കർത്താവേ. സകലമായ മഹത്വം ഞങ്ങൾ കർത്താവിന് തരുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Welcome to the Compassionate Church. Thank you. I'm just going to pray for Sister Sharon also. You can sit there. കർത്താവേ, പ്രിയ ഷാരന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജോലിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അനേകർക്ക് ജോലി കിട്ടുവാൻ പ്രയാസമുള്ള ഒരു സമയമാണ് എന്നത് ഞങ്ങൾ അറിയുന്നു. വളരെ ബുദ്ധിമുട്ടുകളോടുകൂടി അനേകർ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് കർത്താവെ ക്ഷീണിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല.
പ്രിയ മകൾ കൊടുത്തിരിക്കുന്ന ജോലിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നാളെ ജോലി ആരംഭിക്കുന്ന ദിവസമാണല്ലോ. പ്രിയമകൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം പ്രിയമകൾക്ക് മുന്നമേ കടന്നു പോകണമേ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവേ. ജോലി എല്ലാം വളരെ നന്നായി പഠിക്കുവാൻ കർത്താവെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായി ഏറ്റവും തൃപ്തികരമായി ചെയ്തു തീർക്കുവാൻ അവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രിയങ്കരിയായി തീരുവാൻ കർത്താവ് പ്രിയമകളെ അവിടുത്തെ കൃപകളാൽ ബുദ്ധിയാൽ ജ്ഞാനത്താൽ വിവേകത്താൽ നിറച്ചു കൊള്ളണമേ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രകാരം ചെയ്യുന്നുണ്ട്. നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. Praise God. Hallelujah. Praise God. Amen. Hallelujah. Thank you, Jesus. I think we're going to go to the English praise and worship, and at the same time we are also going to take the offering. We're trying different things, and we take the offering. Praise the Lord. In Ephesians chapter 2, verse 8 to 9, it says, "For by grace you have been saved through faith, and this is not your own doing, it is the gift of God, not a result of your work, so that no one may boast." In 2 Corinthians chapter 12, verse 9, it says, "My grace is sufficient for you. For my power is made perfect in weakness." So it's not our deeds, it's all His grace. Amen. Hide me now under your wings. Cover me within your mighty hand. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still, for you are God. I will be still,
the only reason why a wretch like me who was lost has been found. So it is His grace that is going to that saved me. Praise the Lord. Amazing grace, how sweet that sound that saved a wretch like me. Our hearts once lost, but now I found. Was blind, but now I see. Grace that taught my heart to fear, and grace my fear relieved. How precious did that grace appear, the hour I first believed. My chains are gone, I've been set free. God, my Savior, has ransomed me. And like a flood, His mercy reigns. Unending love, amazing grace. Unending love, amazing grace. The Lord has promised good to me. His word, my hope stay close. He will my shield and portion be, as long as my chains are gone, I've been set free. My God, my Savior, that has been here. And like a flood, His mercy reigns. Unending love, amazing grace. My chains are gone, I've been set free. My God, my Savior, has ransomed me. And like a flood, His mercy reigns. Unending love, amazing grace. Oh, amazing പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങൾ എഴുന്നേറ്റ് തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കർത്താവേ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ദൈവമക്കളാകുന്ന ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കപ്പെടുവാൻ, ആമേൻ, ഞങ്ങളാലാവോളം ആ ക്രിസ്തുവിന്റെ സ്നേഹം വ്യാപിക്കുവാൻ, ആമേൻ, ഞങ്ങൾ വിധിച്ചറിഞ്ഞ കർത്താവിനെ മറ്റുള്ള മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമയം മുതൽ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ആക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ജെയിംസ് എ ബോൾഡ് സെർവന്റ്, ആമേൻ, ആ ബദ്ധ ദാസനായ ആ യാക്കോബിനെ കുറിച്ചൊക്കെ ഇടയാക്കി കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്ന ഒരു കാര്യം, ലിവിംഗ് സാക്രിഫൈസ്, ആമേൻ, ജീവനുള്ള യാഗമായി ഞങ്ങളായിരിക്കണം. ആമേൻ, അത് ദൈവത്തിന്റെ മനസ്സലും ഞങ്ങളെ ഓർപ്പിക്കുകയാണല്ലോ. ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ ആമേൻ അനുഭവങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ചർച്ചിനെ നിന്റെ കരങ്ങളിൽ തരികയാണ്. അപ്പോൾ ദൈവം ഞങ്ങളെ ഓരോ കൂടി വരവും ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണം.
ഒന്നും ഒരു ചടങ്ങായി അവസാനിപ്പാൻ കർത്താവ് അനുവദിക്കല്ലേ. പുതിയ സ്നാനങ്ങൾ ഈ ചർച്ച നടക്കുന്ന കർത്താവേ, ഈ പട്ടണത്തിൽ അനേകരുണ്ട് യേശു എന്തെന്നറിയാതെ, യേശുവിന്റെ സ്നേഹം അറിയാതെ. ആമേൻ, ഹല്ലേലൂയ. ഇരുട്ടിൽ തപ്പി തടയുന്ന അനേകരുണ്ട്. ആമേൻ, ഞങ്ങൾ ഉത്തരവാദികളാണ്. അവരുടെ രക്തത്തെ ഞങ്ങളോട് ചോദിക്കും. ആമേൻ, ഞങ്ങൾ കർത്താവെ തകർന്ന ഹൃദയങ്ങളോട് ഈ ദിവസങ്ങളിൽ കർത്താവെ ചെന്ന് കടന്നു ചെന്ന് ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കർത്താവ് കൃപ തരണം. ആമേൻ, ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ് ഒരു ദിവസം പറയുന്നത്. ഇന്ന് രാവിലെ സമയം കർത്താവെ ഞങ്ങളാൽ ആവോളം ആ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൽ അനേക സഭകളുണ്ട്. അവയിൽ ഒരു സഭ പോലെ ഞങ്ങളുടെ സഭയാകരുത് കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കടന്നു വരുന്നവര് ആത്മാവിന്റെ ശക്തി തിരിച്ചറിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ അവർ കടന്നു പോകുമാറാകണം. അവർ ഏത് വിഷയത്തിലൂടെ കടന്നു വന്നുവോ അതിന്മേൽ അവർക്ക് വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അവർ ഞരങ്ങുന്ന വിഷയങ്ങളുടെ മേല് കർത്താവിന്റെ കരം നീട്ടുമാറാകണം. അവര് ആരും അറിയാതെ കരയുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീരിന്റെ കർത്താവ് മറികടന്ന് പോരാതെ വണ്ണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഈ സഭയിൽ കടന്നു വരുന്നവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവേ നീ കൃപ ചെയ്യുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദേവദാസന്മാരെ രണ്ടുപേരെയും കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ഇത്രത്തോളം നീ സഹായിച്ചു. പ്രത്യേകിച്ച് കർത്താവേ നാട്ടില് കഴിഞ്ഞ ദിവസം കർത്താവേ ജോൺ തോമസ് പാസ്റ്ററിന് ആമേൻ ആ സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കർത്താവെ തിരിച്ചു മടക്കി വരത്തിലൊക്കെ നീ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ കുടുംബമായി ഞങ്ങൾ ഓർക്കുകയാണപ്പാ. ദൈവമേ, കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട വീടിന്റെ ഡെഡിക്കേഷൻ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. എന്നാൽ അതിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കൂടാരമായി ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ അതിന് കൈപ്പടിയല്ലാത്തൊരു നിത്യോപമനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അതിനായി വാഞ്ചിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കണം. എൻ്റെ മക്കളെ ആ ഭവനത്തിൽ അനുഗ്രഹിക്കണം. അവരെ ആ കമ്മ്യൂണിറ്റിക്ക് ഒരു അനുഗ്രഹമാകണം. അവരെ കണ്ടുമുട്ടുന്നവര് ആമീൻ യേശുവിനെ കണ്ടുമുട്ടുവാനിടയാകണം. ഹല്ലേലൂയ. അവരൊക്കെ കർത്താവേ ഈ സഭയിൽ കടന്നു വന്ന് പുതുതായി സ്നാനമേൽക്കുവാൻ തക്കവണ്ണം ദൈവം കർത്താവേ കൃപ ചെയ്യുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി കർത്താവേ ദൈവമേ അതിന്റെ എല്ലാ ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്റെ ആമീൻ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി അതിന്റെ ഹല്ലേലൂയ എല്ലാ ആമീൻ കർത്താവേ തുകയും ഞങ്ങൾക്ക് ചെലവഴിക്കുവാനിടയാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തെ നിന്റെ കരങ്ങളിൽ തരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചർച്ചിന് വേണ്ടി കർത്താവേ ദൈവമേ ഈ ഫെസിലിറ്റി ദാനമായി കൊടുത്തു. ദൈവമേ ഹല്ലേലൂയ ഞങ്ങളോട് അറിയുന്നു പ്രാർത്ഥിക്കുന്നതിലും മാതാവ് ഈ കുടുംബത്തിലുണ്ടായിരുന്നു. അപ്പാ ദൈവമേ അത് കളയുവാൻ ദൈവം ദൈവമല്ലോ. ഹല്ലേലൂയ. മാതാവിനോടുള്ള കർത്താവിന്റെ സ്നേഹമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കൂടി ഹല്ലേലൂയ പകരത്തിൽ ചെയ്തെടുക്കുന്നത്. ഹല്ലേലൂയ അറിയുന്നു ഈ ദിവസങ്ങളിൽ അറിയുന്നതുപോലെ ചില ജീവിതങ്ങളിൽ കുടുംബത്തിൽ നിന്നേക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയേറിയ വചനം ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് പറയത്തക്കതുപോലെ അവനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നത് പോലെ ചില അനുഭവങ്ങൾ ഹല്ലേലൂയ കുടുംബത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതിന്റെ പോരുകളെ ഞങ്ങൾ ശാസിക്കുകയാണ്. ആമേൻ. മുമ്പോട്ട് വിടുകയില്ലെന്ന് ബാധിക്കുന്ന ദുഷ്ടശക്തികളെ ഞങ്ങൾ സഹോദരനായ യേശുവിന്റെ അധികാര നാമത്തില് ഞങ്ങൾ ശാസിച്ചകറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രത്യേകിച്ച് ഷാർമ കൊടുത്ത ആമേൻ നല്ല ജോലിക്കായി കർത്താവേ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവേ ആമേൻ പഠിച്ചിട്ട് വെറുതെ നിൽക്കുന്നവരായി ഇരിക്കുവാനിടയാകാതെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവരെ നീ ഇവിടുന്ന് കർത്താവേ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നാളെ ജോലിക്ക് കയറുമ്പോൾ അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജോലി ചെയ്യേണ്ടത്. എന്നാൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ പുതുതായി സഭയോട് ചേർന്ന ആമേൻ നിന്റെ മക്കളെ നിന്റെ കാര്യങ്ങൾ തരികയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനാഥരുടെയും യുവമാരുടെയും ന്യായപാലകൻ നീയാണ്. അപ്പാ ഹല്ലേലൂയ. അവർ കരഞ്ഞാൽ നീ കേൾക്കാതെ പോകുന്ന ദൈവമല്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. 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 Praise God. Praise God. Hallelujah. Praise God. Now we come to the moment where we will meditate
on the word of God, and then we will Hallelujah. enter into the Holy Communion. നമ്മൾ ദൈവവചന ചിന്തയുടെയും വിശുദ്ധ മേശയുടെയും ശുശ്രൂഷയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. I think Brother Jonathan is getting tired of me asking him to read the same verse every Sunday. So would you do that one more time, and then we will move on to another verse. Psalms chapter 73, verse 28. But for me it is good to be near God. I have made the Lord God my refuge, that I may tell of all your works. Praise God. Amen. It is good to be closer to God. I don't have the slide thing. You can move to the second one. You see it? Okay. So, thank you. Thank you. PowerPoint is actually a good instrument. It gives us something to look at, something visual. So this is what I'm talking. I will talk today, and then one more day, then we'll be done with this verse. So we'll move forward to something else. So we were looking at what are the advantages of being close to God. And we already discussed several of them. We are not alone in a big world. We are not alone. Normally, വലിയ ഭയാനകമായ ഒരു ലോകമാണ് ഇത്. ഭയാനകമായിട്ടുള്ള ലോകമാണ്. യുദ്ധവും യുദ്ധഭീതിയും ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസത്തിന്റെ ഒരു മൊമെന്റാണ്. അവിടെ ഉള്ളവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ്. ഒരു ദിവസം കൊണ്ടെല്ലാം തകിടം മറിഞ്ഞ് ഗവൺമെന്റുകൾ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് നോക്കുന്നു. ഇതൊരു ഭയാനകമായിട്ടുള്ള ഒരു ലോകമാണ്. ഈ ഭയാനകമായിട്ടുള്ള ലോകത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. We need God on our side. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ലെന്നുള്ള ആ ഒരു ബോധ്യം ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് നമ്മൾ നോക്കിയത് നമ്മുടെ ദൈവം നമുക്ക് ഡിറക്ഷനും ഗൈഡൻസും തരും. നമ്മൾ എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് തിരിയണം, ഏത് ജോലി സ്വീകരിക്കണം, എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത്, ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ്. പക്ഷെങ്കിൽ നമ്മൾ സ്വയമായിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും പരാജയപ്പെട്ട് പോകാം. എന്നാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യാശയും ഒരു പർപ്പസും ഉണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട് നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യും, നമ്മുടെ സ്വഭാവത്തെ ഷേപ്പ് ചെയ്യും. ദൈവത്തോട് കൂടെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ വിശദീകരിക്കാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. യേശുവിനെ സ്വീകരിച്ച വ്യക്തികൾ അവർ ഏത് നിലയിൽ യേശുവിനെ സ്വീകരിച്ചോ അതുപോലെ അല്ല അവരുടെ മുൻപോട്ടുള്ള ജീവിതം പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, കേരളത്തില് ഗവൺമെന്റിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് മദ്യം വിറ്റുള്ള വരുമാനമാണ്. ഇവിടെ ജോലി ക്രിയേഷൻ ഉണ്ട്, പിന്നെ മാനുഫാക്ചറിങ് ഉണ്ട്, മറ്റ് ഇൻഡസ്ട്രികളുണ്ട്. നിങ്ങൾ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനം, ഗവൺമെന്റ് വരുമാനം മദ്യം വിറ്റ് ജനങ്ങളെ അതിലേക്ക് നയിച്ച് കുടുംബങ്ങളെ ഇല്ലാതെയാക്കിയാണ് ഗവൺമെന്റ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട് ആൻ എക്സാജറേഷൻ, അതൊരു പരിധി വരെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം മദ്യപാനത്തിൽ കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ and that they were not the same anymore. അവർ ഏത് കാര്യത്തിന് വേണ്ടി ജീവിച്ചുവോ ആ കാര്യത്തിന് എതിരെ പ്രസംഗിക്കുകയും മദ്യപാനത്തിൽ അടിമയായിരിക്കുന്ന മറ്റു കുടുംബങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാനുള്ള ആ ഒരു ശ്രമം അവരുടെ ജീവിതത്തിലുണ്ട്. അത് എന്താണ് കാണിക്കുന്നത്? യേശു ജീവിതത്തിൽ കടന്നു വരുമ്പോൾ character will change completely. നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ സ്വഭാവം completely മാറും. I think in our Sunday school, I think Bhavina said something related to that from James. നമ്മൾ ഏതൊരു വ്യക്തിയുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത് അവരുടെ സ്വഭാവമാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. I think you said something similar to that thought.
നമ്മുടെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നോക്കിയാൽ മതി നമ്മൾ ആരാണെന്ന് അറിയാവുന്ന. സോ നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ സ്വഭാവം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് വി ആർ നോട്ട് ആർ ദാറ്റ് ക്ലോസ് ടു ഗാഡ്. ഞാനത് പറയുന്നത് ആരോട് വിരോധം തോന്നരുത്. ബട്ട് നമ്മൾക്ക് ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തോട് അടുത്ത് വരേണ്ടുന്ന അത്ര അടുത്ത് വന്നിട്ടില്ല. വി ആർ നോട്ട് ആർ ദാറ്റ് ക്ലോസ് ടു ഗാഡ്. നമുക്ക് ഈ മലയാളത്തിൽ ഏതോ ഒരു കവി പറഞ്ഞിട്ടുള്ള മുല്ലപ്പൂവും പിടിയേറ്റ് കിടക്കും കല്ലിലും ഉണ്ടാകും ഒരു സൗരഭ്യം, ഇല്ലേ? മുല്ലയുടെ അടുത്ത് ഇട്ടിരിക്കുന്ന ഒരു കല്ലെടുത്ത് ഉടപ്പിച്ചാൽ അതിന് ഒരു മണം ഉണ്ടാകും. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഒരു സൗരഭ്യ വാസനയാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ, നമ്മുടെ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മുടെ ലൈഫ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയേഴ്സ് all will be changed. അവിടെ ആ മാറ്റം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ we have to come even more closer to God. നമുക്ക് വേണ്ടും പോലെ നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുറെ കൂടെ ദൈവത്തോട് അടുത്ത് വരേണ്ടുന്ന ആവശ്യം. ഞാൻ അവിടെ 3-4 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? ഹ്യൂമിലിറ്റി എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ സമൂഹത്തിന് അതൊരു വീക്ക്നെസ് ആയിട്ടാണ് തോന്നുന്നത്. ഹ്യൂമിലിറ്റി സംടൈംസ് സീംസ് ആസ് വീക്ക്നെസ്. നമ്മൾ ഹംബിൾ ആയിട്ടുള്ള ആളുകളെ ജനങ്ങൾ അവരുടെ മുകളിൽ ചവിട്ടി കയറി പോകുന്ന അങ്ങനെയുള്ള ഒരു ലോകമാണ്. മഹാബലി, നമുക്കറിയാം, മഹാബലി ചില താഴ്മയോട് നിന്നു, പക്ഷേ പുള്ളിയെ ചവിട്ടി പാതാളത്തിലേക്ക് വിട്ടു. അങ്ങനെയുള്ള ലോകമാണ്. നമ്മൾ ഇച്ചിരി താഴ്മയോടുകൂടി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ചവിട്ടി താഴ്ത്താനായിട്ട് നോക്കും എന്നൊക്കെ നമുക്കൊരു ചിന്ത ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഉള്ള ഒരു ഹ്യൂമിലിറ്റി അല്ല ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് നമ്മളെ ചവിട്ടി താഴ്ത്താൻ നമ്മൾ നിന്നു കൊടുക്കുന്ന ദാറ്റ് ഈസ് നോട്ട് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മൾ താഴുകയും. യാക്കോബ്, that is Mavina's favorite epistle. James is your favorite epistle. That is the words that is coming is humble yourself in the sight of the Lord and he will lift you up. ഇന്നത്തെ സമൂഹം സ്വയം ഉയർത്താനായിട്ട് നോക്കുന്ന സമൂഹമാണ്. ഞാൻ വെറൈസണിൽ ജോലിയൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു വർഷം ഞാൻ ജോലി ചെയ്ത് കഴിയുമ്പോൾ I get bored with that job, then I apply for another one. And I tell you, I had actually 11 or 12 different positions in Verizon. I applied and got promoted until I became a manager. So every once in a while I apply and got a job. So once you go to a corporation, and if you are trying to be underselling you, then you won't get that job. That's for sure. നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പറയാണ്, യാക്കോബ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ താഴണം. നമ്മൾ പറയാണ്, നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ഉള്ളത്രയും കാണിക്കത്തില്ല. വി ജസ്റ്റ് അണ്ടർ ഡു ഇറ്റ്. നമ്മൾ ഇത്രയും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് താഴ്മയോടെ വിനയത്തോടൊക്കെ കാണിക്കും. പക്ഷേങ്കിൽ ഐ ആം നോട്ട് ടോക്കിംഗ് ദാറ്റ് യു ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ ഭാവിക്കേണ്ടുന്നതിന് മീതെ ഭാവിച്ചുയരും എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഹാവ് സെൽഫ് എസ്റ്റീം. You have to have self-esteem. That's your baseline. നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാകരുതെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നില്ല. You have to have self-esteem. But if your self-esteem is here, don't think you are here. And don't think that you are here either. You have whatever God gave you, that's what you are. You have to acknowledge that. പലപ്പോഴും നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് നമ്മളൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. നമുക്കറിയാം, കർത്താവ് ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ്. അത് കുഴപ്പമൊന്നുമില്ല, ദാറ്റ്സ് ഓക്കെ. ദൈവം നിർത്തിയില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളും അതിനകത്തുള്ളൊരു എഫർട്ട് എടുക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ നിൽക്കാനായിട്ട് വി ആൾസോ ടേക്ക് ആൻ എഫർട്ട്. സോ വി ഹാവ് ടു അക്നോളജ് ദാറ്റ് ടു, ദാറ്റ് നമ്മൾ പാസീവായിട്ട് ദൈവം നമ്മളെ കൊണ്ടുപോവുകയല്ല. സോ ദാറ്റ് വി ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് passively. We are acting, God is acting,
So that's what I see. God is acting in our life and we are acting. We act together. നമ്മൾ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയല്ല, നമ്മളും ദൈവവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആകുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ഹ്യൂമിലിറ്റി. യു ഹാവ് ടു ഹാവ് ഹ്യൂമിലിറ്റി. അതൊരു വീക്ക്നെസ് അല്ല. ഇറ്റ്സ് നോട്ട് വീക്ക്നെസ്. ഹ്യൂമിലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു $1000 ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ദിവസം ജെയ്സനെ കാണാൻ ചെന്നപ്പോൾ ഹി ഹാസ് $1 million. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നത് വരെ ഞാനാണ് ഫോണിലെ ഏറ്റവും വലിയ ധനികനെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചേർന്നത്. When he told me he has $1 million, then I knew my limitations. I knew that I don't have as much. അതുവരെ ഞാൻ ചിന്തിച്ചതുപോലെ അല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മളെ തന്നെ നോക്കി ചിന്തിക്കുമ്പോൾ നമ്മൾ വലുതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധി വന്ന് ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ അവസ്ഥ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്ന് അന്നേരമാണ് മനസ്സിലാകുന്നത്. അതാണ് ഹ്യൂമിലിറ്റി. അവിടെയാണ് നമ്മുടെ പ്രൈഡ് ഇല്ലാതാകുന്നത്. അവിടെയാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുമില്ലല്ലോ, കർത്താവിന്റെ വിശുദ്ധിയുടെ മുൻപിൽ ഞാൻ ഒന്നുമില്ലല്ലോ, ദൈവത്തിന്റെ കരുണയുടെ മുൻപിൽ ഞാൻ ഒന്നുമില്ലല്ലോ, ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ എനിക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്റെ ദൈവത്തിന്റെ ആ വലിയ മഹത്വമൊക്കെ കാണുമ്പോൾ ഞാൻ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന അവിടെയാണ് ഹ്യൂമിലിറ്റി ഉണ്ടാകുന്നത്. ആ ഹ്യൂമിലിറ്റിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ പരാജയപ്പെടുത്തുന്ന ഹ്യൂമിലിറ്റിയെ കുറിച്ചല്ല. നമ്മൾ ധൈര്യമായിട്ട് നിൽക്കേണ്ടുന്നിടത്ത് ധൈര്യമായിട്ട് നിൽക്കാൻ തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഒരു ദിവസം ദേവാലയത്തിൽ നിന്നും നമുക്കറിയാവുന്നതാണ്. ആഫ്റ്റർ ടു മച്ച് ടൈം വന്നപ്പോൾ യേശു ക്രിസ്തു ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ചാട്ടവാറെടുത്തു. He acted where he need to act. So God's children can do that. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോഴാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്. താഴ്മയാണ് ഉയർച്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. We have to humble ourselves in the presence of God. സദൃശവാക്യം 22:4 നാം വായിക്കുന്നത്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഇവിടെ ഒരു കോമ്പിനേഷനാണ്, 3 കാര്യമാണ്: ധനം, മാനം, ജീവൻ. അത് when you look at it, ചിലർക്ക് ധനമുണ്ട് പക്ഷേ മാനമില്ല, ഇല്ലേ? You look at people with a lot of wealth, but they have no good reputation. Their life is miserable. എന്തുകൊണ്ടാണ്? ഇന്ന് ഭവിനോൾ ഇവിടെ പഠിപ്പിച്ചപ്പോൾ she talked about knowledge and wisdom. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നാം താഴ്ത്തി നമ്മൾ ഹംബിളായിട്ട് ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ ദൈവം നമ്മുടെ ലൈഫിൽ തരുന്നത് പൂർണ്ണതയാണ്. ഈ 3 കാര്യം ഞാനൊരു പൂർണ്ണതയായിട്ടാണ് കാണുന്നത്. ധനം, we need money in this world. അതുപോലെ തന്നെ മാനം, that comes through character. We need that. We also need life. This life is not only a life here, life eternal. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടുമ്പോൾ that is wholeness, that is completeness. അപ്പോൾ ദൈവത്തിന്റെ സന്നിധി താഴുന്ന ഒരു വ്യക്തിക്ക് they get the wholeness in their life. ഒരു വാക്യം കൂടി ഞാൻ അതിനെ സംബന്ധിച്ച് വായിക്കുന്നത് 1 Peter 5-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ കാണിക്കുക. അപ്പൊ ഹ്യൂമിലിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചേർന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് ഹംബിൾ ആയിട്ടിരിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് സ്വയമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈഗോസിലാണ് ആരാ ഉള്ളത്, ഇല്ലേ? എല്ലാവർക്കും ഈഗോസ് ഉണ്ട്. എനിക്കും ഈഗോ ഉണ്ട്, എല്ലാവർക്കും ഈഗോ ഉണ്ട്. ഈഗോയെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ബിഗ് എഫേർട്ട്. നമ്മുടെ ഈഗോ നല്ലതാണോ അഴുക്കാണോ എന്നൊന്നും ഞാൻ ഡിബേറ്റ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ എവരിബഡി ഹാവ് ഈഗോ, ബട്ട് ഈഗോ കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ മാറി കിട്ടുന്നത് ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ. രണ്ടാമത് I talked about honesty and integrity. ദൈവമക്കൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സ്വഭാവ വിശേഷങ്ങളാണത്. നമ്മൾ ഓർത്ത് തുടങ്ങി. ഞാൻ പലപ്പോഴും എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ
ഈ ഞങ്ങളുടെ റോഡുകളൊക്കെ നടന്നു പോകുമ്പോൾ ഈ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇങ്ങനെ സിഗരറ്റും വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഐ കനോട്ട് ഇമാജിൻ എ പ്രീസ്റ്റ് ഡൂയിങ് ദാറ്റ്. പ്രീസ്റ്റിനെ സംബന്ധിച്ച് ദാറ്റ്സ് എ നോർമൽ തിങ്, അവർക്ക് അതിന് ഒരു പ്രശ്നമില്ല. അപ്പൊ എനിക്ക് ഐ കനോട്ട് ഇമാജിൻ എ പാസ്റ്റർ drinking and doing a dance on the road. I cannot imagine that. അപ്പം എന്തുകൊണ്ടാണ് അത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്? ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ ഉണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം, നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് സത്യസന്ധതയില്ല, ഇന്റഗ്രിറ്റി ഇല്ല, ഓണസ്റ്റി ഇല്ല, നമുക്ക് എങ്ങനെ പരസ്പരം ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കമ്മ്യൂണിറ്റി. ദൈവമക്കളുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് പരസ്പരം വിശ്വസിക്കാൻ. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ യു ഷുഡ് നെവർ ഡൗട്ട് ഇറ്റ്. അതാണ് അത് വരുന്നത് എവിടുന്ന് അറിയാമോ? ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. If I tell you something, I want you to believe it. അതുപോലെ നിങ്ങളും പറയുന്ന കാര്യങ്ങൾ I should be able to believe it, and that comes from honesty and integrity. ദൈവമക്കളുടെ സ്വഭാവത്തിന്റെ രൂപീകരണമാണ്. ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വർദ്ധിക്കും. ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് ഫൈറ്റുകളുണ്ട്, ബട്ട് we will continue to strengthen it. നെക്സ്റ്റ് നമ്മുടെ ചർച്ചിന്റെ പേരിന്റെ കമ്പാഷൻ എന്നുള്ള പേരാണ്. സോ ലവ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നും നാം കാണുന്നത് എന്താണ്? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. God is love. God has love എന്നല്ല, God is love. The essence of God is love. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ വിശുദ്ധ മേശയോടുള്ള ബന്ധത്തിൽ വരുമ്പോഴും ഈ മെസ്സേജ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ വിശുദ്ധ മേശയോടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ എന്താണ് ഓർക്കുന്നത്? ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി മരിച്ചു, കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ട് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ഒരു വഴി ഒരുക്കി. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? We have to have the same kind of love in our heart. നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. പലർക്കും ഈ ഒപ്പമുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സെയിം ലെവലിലുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. പല വലിയ ചർച്ചസിലൊക്കെ പോകുമ്പോൾ, ഇത് ചെറിയ ചർച്ച പേടിക്കാനൊന്നുമില്ല, വലിയ ചർച്ചസിലൊക്കെ പോകുമ്പോൾ പല ഗ്രൂപ്പുകളുണ്ടാകും. പണക്കാരെല്ലാം ഒരിടത്ത്, ഈ നേഴ്സുമെല്ലാം ഒരിടത്ത്, അങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കാനല്ല യേശു ലോകത്തിൽ വന്നത്. എല്ലാ ഗ്രൂപ്പിനെയും അബോളിഷ് ചെയ്യാനാണ് യേശു ലോകത്തിൽ വന്നത്. യേശു ലോകത്തിൽ വന്നത് നമ്മൾ മനുഷ്യരുടെ പൊസിഷൻ നോക്കി സ്നേഹിക്കാനല്ല, മനുഷ്യനെ ഉള്ളതുപോലെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കാനാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വിശുദ്ധ മേശയോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം, കർത്താവെ, എന്നിൽ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ ആണ് വെളിപ്പെടുന്നത്? ഞാൻ മറ്റുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്ന ആളവർ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന് ആ ഒരു ക്രമീകരണം ഉണ്ടാകും. അടുത്തത് ഞാൻ കണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം. ദൈവത്തോട് നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ ഐ ടോക്ട് അബൌട്ട് പീസ്. ആ പീസിനെ കുറിച്ച് നമ്മൾ വായിച്ചപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ സമാധാനമുള്ള അവസ്ഥയാണ്. ദൈവത്തോട് നമ്മൾ ചേർന്ന് വരുമ്പോൾ ദിവ്യ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനം, ഒരു ഇന്നർ പീസ്. പലർക്കും ഇന്നർ പീസ് ഇല്ല. പലർക്കും കിടന്നാൽ ഉറക്കം വരത്തില്ല, ഇല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. കിടന്നാൽ ഉറക്കം വരത്തില്ല, മദ്യമുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കണ്ട് അവർ ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുകയാണ്. പക്ഷെ ദൈവമക്കൾക്ക്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ഇനി അവരെന്തെല്ലാം പ്രശ്നത്തിൽ കൂടി കടന്നു പോയാലും
അതിന്റെ മധ്യത്തിൽ എന്നെ കൈവിടാതെ എന്നെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ആ ഒരു വലിയ സമാധാനം അവരെ സുഖമായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം വരുന്നതാണ്. നമുക്ക് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് സെൽഫ് ഡിസിപ്ലിൻ, നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കാനായിട്ട് കഴിയും. സോ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം. നാം ഇത് കർത്താവിന്റെ മേശയോട് അടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. കർത്താവേ, തിരുസന്നിധിയിൽ എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഞാൻ തിരുസന്നിധിയിൽ താഴ്മയോടെയാണോ ജീവിക്കുന്നത്? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെയാണോ സ്നേഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ ഇന്റഗ്രിറ്റി, ഓണസ്റ്റി അതൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് ആർക്കും നമ്മുടെ ഉള്ള അവസ്ഥകളെ ദൈവസന്നിധിയിൽ മറച്ചു വെക്കാൻ കഴിയത്തില്ല. മനുഷ്യരൊന്നും അറിയുന്നില്ലെങ്കിലും നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇന്ന് കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്നത്. നമുക്ക് പ്രാരംഭമായി തന്നെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നാം ഈ തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ നാം എന്താണ് ഓർക്കുന്നത്? കർത്താവ് നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചു. കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തുവിന്റെ മുകളിൽ ചുമത്തി. അവൻ നിന്ദിതനായിരുന്നു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. നമ്മൾ തകർന്നു പോകേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് യേശു തകരുവാൻ അനുവദിച്ചു. നമുക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി അതിനുള്ള ശിക്ഷ അവൻ യേശുവിന്റെ മേൽ ചുമത്തി. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുവാൻ അവന്റെ അടിപ്പിണരുകൾ മുഖാന്തരമായി തീർന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യത്തിന്റെ കുറ്റം കർത്താവിന്റെ മേൽ അവൻ ചുമത്തി. നാം ഇന്നിവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നാം ഓർക്കുന്നത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, പാപികളായിരുന്നു നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച ആ ഓർമ്മ ആണ് നാം ഓർക്കുന്നത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ മേശ നമ്മെ ഓർപ്പിക്കുന്നത്, ഈ മേശയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരമുള്ള ബന്ധം, ഈ ലോകത്തിൽ ഉള്ള എല്ലാ വിശ്വാസികളോടുള്ള നമ്മുടെ യൂണിറ്റി നാം ഓർക്കുകയാണ്. നാം ഈ മേശയിൽ പങ്കെടുക്കുന്നത് നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് വേണം. അതാണ് നമ്മെ വചനം ഓർപ്പിക്കുന്നത്. Brother Wilson will come and read from 1 Corinthians chapter 11. 1 Corinthians chapter 11 verses 23 to 30. നമ്മൾ ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ച വാക്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് ഈ തിരുമേശ നാം എടുക്കുന്നത് നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. 23:11 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നിന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം ഇത് രക്തത്തിലെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുക. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്
കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. Praise God. അങ്ങനെ നിങ്ങളുടെ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോളും അവന്റെ മരണത്തെ പ്രസ്താവിച്ചു. നാം ഈ മേശയെങ്കിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്തെ നമുക്ക് ഓർക്കാം. ദൈവകമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ കുടിക്കുകയോ ചെയ്യുന്നവരല്ല. കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും നമുക്ക് ദൈവസന്നദ്ധിയിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുമേശ നാം എടുക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഈ തിരുമേശയിൽ പങ്കെടുക്കുന്നത് നമ്മൾ അതിവിശുദ്ധന്മാരായതുകൊണ്ടല്ല, ദൈവത്തിന്റെ രക്തത്താൽ നാം ആദ്യമായി പാടിയ പാട്ടുപോലെ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ, കർത്താവിന്റെ രക്തത്താൽ നമ്മെ കഴുകിയത് കൊണ്ട്, അവൻ നമ്മെ യോഗ്യരാക്കിയത് കൊണ്ട് നമുക്ക് ധൈര്യത്തോട് ഈ മേശയിൽ പങ്കെടുക്കുവാൻ കഴിയും. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജഡത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന എല്ലാവർക്കും ഈ തിരുമേശയിൽ സംബന്ധിക്കുവാൻ യോഗ്യതയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോട് സ്വയശോധനയോട് ഈ തിരുമേശയിലേക്ക് കടന്നു വരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, മനുഷ്യനാം പാടുപെട്ടു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. നാം കൊടുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. അപ്പം ഒന്നാകുന്നുണ്ട്. പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി കുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Let us participate in this.
സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുത്തേ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. Hallelujah. Thank you, Jesus. Praise God. Praise God. Hallelujah. Thank you, Lord. Praise God. Praise God. Hallelujah. Praise you, Jesus. ഇന്ന് ഈ കാലം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തിരുമേശയിൽ സംബന്ധിക്കുവാൻ കർത്താവ് ഒരവസരം കൂടി നൽകി തന്നു. ഈ തിരുമേശയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട്, നമുക്ക് നിത്യ ജീവനുണ്ട്. നാം ഈ ലോകത്തിൽ അവസാനിക്കുന്നവരല്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞ് നമുക്കൊരു പ്രത്യാശ, വലിയ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നത് കർത്താവിൽ വസിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. കർത്താവിൽ വസിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് ഈ തിരുമേശയിൽ കൂടിയാണ്. ഇന്ന് നമുക്ക് ഈ തിരുമേശയിൽ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ അനേക കപ്പുകൾ ഇവിടെ വീണ്ടും ശേഷിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മുടെ സുവിശേഷീകരണത്തിലുള്ള നമ്മുടെ ഭാഗങ്ങളെയാണ്. നാം വേണ്ടതുപോലെ നമുക്ക് ഇതുവരെയും സുവിശേഷീകരണത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് വീണ്ടും ഈ തിരുമേശയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രാവശ്യം ദൈവത്തോട് നമുക്ക് പറയാൻ, കർത്താവേ, അവിടുത്തെ രാജ്യത്തിന്റെ പണിക്ക് എന്നെ യോഗ്യനാക്കി തീർക്കണമേ. എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ദൈവകൃപയോട് ഞാൻ ചെയ്യുമ്പോൾ അത് മറ്റനേകരെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് ആകർഷിക്കുവാൻ ഇടയാക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രിയ ജസ്റ്റിന് ഈ സമയത്ത് മുൻപോട്ട് വന്ന് ഈ ശുശ്രൂഷ ഇത്രത്തോളം ചെയ്യുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് ഇവിടെ ആ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവിടെ അവസാനിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരു പാപയാഗമായി ഞങ്ങളെ വിശുദ്ധരാക്കുവേണ്ടതിന്, ഞങ്ങളെ മാന്യപാത്രമാക്കേണ്ടതിന് ദൈവം ചെയ്ത ആ വലിയ യാഗത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങളെ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കൃപകൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കരുണയോടെ ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് ഞങ്ങളെ കണ്ടു അങ്ങനെ മക്കളാക്കി തീർത്തതോർത്ത് സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഭാഗവാക്കായിരിക്കുമ്പോൾ ഈ ജീവനിൽ ഞങ്ങൾക്ക് വസിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്നുള്ള വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം കർത്താവേ, അങ്ങയുടെ ജീവനിൽ വസിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യ സ്വഭാവവും അങ്ങയോട് കൂടെ ജീവിക്കുന്ന ഒരു അനുഭവവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവെ, അനേകർ ഈ മേശയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ ചുറ്റുമുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ അത് കർത്താവെ ഞങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ ജീവൻ അനേകരിലേക്ക് പകരുവാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ മേശയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളോടുകൂടെ മറ്റനേകർ കർത്താവെ ഈ പാനപാത്രത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് ഞങ്ങളോടുകൂടെ കൈ നീട്ടുവാൻ കർത്താവ് ഇടയാക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഞങ്ങളെയും സഹായിച്ചതിനായി സ്തോത്രം. വീണ്ടും ഞങ്ങളെ നിലനിർത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുത്തണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ.
സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുകയും ഈ സമയത്ത് ലീഡ് സോങ് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിന്ന് പാട്ട് പാടുകയും അതുപോലെ തന്നെ let us greet each other in whichever way we want to do by giving them a hug, shake hand or a hug. Praise the Lord. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുവിളിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുവിളിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ വരാവിൽ. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ വരാവിൽ. നിത്യമായ രക്ഷയെ താൻ പക്ഷമായി നൽകിയിടും. നിത്യമായ രക്ഷയെ താൻ പക്ഷമായി നൽകിയിടും. രക്ഷത്തിൽ സുന്ദരൻ അക്ഷയൻ അപേക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. രക്ഷത്തിൽ സുന്ദരൻ അക്ഷയൻ അപേക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ. രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ. നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ. നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ. പ്രിയ സോദരാ നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ. പ്രിയ സോദരാ നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ. എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ. നിർമ്മലമാം നീതിവസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. നിർമ്മലമാം നീതിവസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസ്സേ ഓർക്കുന്തോറും രമ്യ. Hallelujah, hallelujah. Praise God. ലോകസംഭവങ്ങളൊക്കെ നാം വിളിച്ചറിയിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ യുദ്ധങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് യുദ്ധങ്ങൾ അതൊക്കെ എങ്ങനെ തിരിയുമെന്നോ അതൊക്കെ എങ്ങനെ എവിടെ അവസാനിക്കുന്നോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നാം അറിയുന്നു, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കെ ആയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് ആ വലിയ കർത്താവിന്റെ വരവിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങളെ നിറഞ്ഞ അടുത്ത ആഴ്ചകളിൽ ദിവസങ്ങളിൽ
ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയത്ത് പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. Praise God. Hallelujah. Praise God. Hallelujah, hallelujah. ഞങ്ങളുടെ മേശുദ്ധാവി അരുങ്ങണാത്ത ഒരു പ്രഭാതം ഒരു മാസം കൂടി ഞങ്ങൾ തന്നതിനായി സ്തോത്രം. കുടിക്കുന്ന എല്ലാ മക്കൾക്കായ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ഞങ്ങൾക്കായ സാന്നിധ്യം നന്ദിയോട് സ്തോത്രം. അവനെ പ്രാർത്ഥിക്കാൻ കർത്താവ് നല്ല സംഘടനകൾ തന്നതിനായി സ്തുതിക്കുന്നു. നന്ദിയോട് സ്തോത്രം. നമ്മോട് ചേർന്നെടുക്ക പ്രവർത്തനം പറ്റി കേൾക്കാൻ ഞങ്ങൾക്ക് കർത്താവെ സഹായിച്ചതിനായിട്ട് ദാസിനെ കർത്താവെ അതിനെ ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം. ഒടുവിലായി കർത്താവെ ഇതുവരെ ബന്ധത്തില്ല എന്ന മഹാസത്യത്തെ വിളിച്ചതിനെ കർത്താവെ ഞാൻ വീട്ടിപ്പാൻ പാലിച്ച് തന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത കർത്താവെ ഈ സഭയോർത്ത് പ്രാർത്ഥിച്ച മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. കുടിക്കുന്ന മക്കളെയും പേരുപേരായി കുടുംബമായിട്ട് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ കർത്താവെ ഈ സഭയിൽ ചേർന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളെ അവിടെ നിന്ന് പൂർവ്വമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാല് കർത്താവെ പുതിയ ജോലിക്ക് കൊണ്ടുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാന്നിധ്യം കൂടെ പോരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കും കർത്താവിന്റെ സാന്നിധ്യം മറിച്ചും ജോലി ചെയ്യാൻ വേണ്ടുന്ന ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയെല്ലാം കൊണ്ട് സഹായിക്കണമേ. ദുഷ്ടം നാടാക്കാത്തുകൊണ്ടനെ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുകരിക്കുന്ന കർത്താവെ നന്ദിയോട് സ്തോത്രം. കർത്താവെ നന്ദിയോട് സഭ ഞങ്ങൾ പുതിയ ആത്മകളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓടിയതുള്ള ചുറ്റുപാടും ആത്മാക്കൾ സഭയ്ക്കുതിരെ വിശ്വാസപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കാൻ ദാസന്മാരെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ യുദ്ധങ്ങളെല്ലാം നിർത്തലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോട് ഞങ്ങൾ അയൽവാസികളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമെന്ന് പ്രവേശിച്ചാൽ കർത്താവ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ ഒരു ക്രിസ്ത്യാനിയുടെ ആരോഗ്യത്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോടെ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. ജോലിക്കാരെല്ലാം കൂടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ അവിടുന്ന് സൂക്ഷിക്കണേ. ദുഷ്ടങ്ങളോടെ കാത്തോടെ വിശേഷ കർത്താവെ നമുക്ക് വേണ്ടി പ്രാർത്ഥന. സ്വന്തം സ്കൂളുകൾ പോകാൻ പഠിപ്പിക്കുവാൻ കുഞ്ഞിനെ സഹായിക്കുന്ന കർത്താവെ കൂടും ധാരാളമായി അനുഗ്രഹിക്കണേ. ദേവരോടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിച്ചതിനായി സോന്യ കൊച്ചുകുടുംബത്തെ ഭജനത്തെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം മൂലം നടത്തിക്കാട്ടെ. പ്രാർത്ഥന യാചന കേട്ടുണ്ട്. സ്വതം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെയാണ്. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.